നമസ്കാരം. കേരള ടൈംസ് ട്രയൽ റൺ വാർത്തകളിലേക്ക് സ്വാഗതം. ഏവർക്കും കേരള ടൈംസിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. വാർത്തകൾ. ED നടപടിയിൽ പ്രതിഷേധിച്ച് LDF ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മോഡി VD ED ഗൂഢാലോചന എന്ന ബാനർ പിടിച്ചായിരുന്നു പ്രതിഷേധം. അതേസമയം ഇന്നലെ ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ഇനിയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. EDയെ ആക്രമിച്ച സമരാനുകൂലികളിൽ 16 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൗരവമായ FIR സമർപ്പിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കേന്ദ്രം എന്ത് നിലപാടെടുക്കുമെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ വീണ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും നീണ്ട പരിശോധന 12 ഇടങ്ങളിൽ നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. ബലിപെരുന്നാൾ സമ്മാനമായി കേരളത്തിന് അബ്ദുൾ റഹീം നാട്ടിലെത്തി. 2006 സൗദി ബാലന്റെ മരണത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിന് മോചനമായത് ലോക മലയാളികൾ സമാഹരിച്ച 35 കോടിയോളം രൂപയാണ്. 20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ റഹീമിനെ നാട്ടുകാരും സ്നേഹിതരും ചേർന്ന് സ്വീകരിച്ചു. കോവിഡ് കാലത്തും പ്രളയകാലത്തും മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈത്താങ്ങാകുന്ന മലയാളിയുടെ സ്വരുമയും മതസൗഹാർദ്ദവും ഇവിടെ ഒരിക്കൽ കൂടി മലയാളി തെളിയിച്ചിരിക്കുകയാണ്. നീണ്ട 20 വർഷത്തെ പ്രാർത്ഥനയുടെ കാത്തിരിപ്പിന് വിരാമമായി റഹീമിന്റെ മാതാവ് ഫാത്തിമ കോടമ്പുഴ തറവാട്ട് വീട്ടിൽ മകനെ വാരിപ്പുണർന്നത് കണ്ടു നിന്നവരുടെയും ലോക മലയാളികളുടെയും കണ്ണുകൾ ഈറനണിയിച്ചു. തിരുവനന്തപുരം വെമ്പായത്ത് ഹാപ്പി ലാൻഡിൽ റൈഡിന്റെ വെൽഡിംഗ് പൊട്ടി വീണ് കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 4 പേർ നാഗർകോവിൽ സ്വദേശികളാണ്. തിരക്കുള്ള പാർക്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. 2 മാസം മുമ്പുണ്ടായ അപകടത്തിൽ ഒരു മരണം സംഭവിച്ചിരുന്നു അവിടെ. തീർത്തും നാഥനില്ലാത്ത അവസ്ഥയാണ് വെമ്പയം ഹാപ്പി ലാൻഡ് അമ്യൂസ് പാർക്ക്. അമ്യൂസ്മെന്റ് പാർക്കിന്റെ പ്രവർത്തനം സുതാര്യമാകണമെന്ന് സ്ഥലം MLA G അനിൽ അഭിപ്രായപ്പെട്ടു. എല്ലാ അമ്യൂസ്മെന്റ് പാർക്കുകളും മുൻകരുതലുകൾ കൂടുതൽ സജ്ജമാക്കണമെന്ന് മന്ത്രി വിഷ്ണുനാഥ് അപകടവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക സർക്കാരുകൾ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പ്രസ്താവിച്ചു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നും പ്രസ്താവിച്ചു. 3 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. മകനെ ഉപമുഖ്യമന്ത്രിയാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതും. G പരമേശ്വര, MV പാട്ടീൽ എന്നിവർക്കും പരിഗണനയുണ്ട്. എറണാകുളം പെരുമ്പാവൂർ പെട്ടമല പാറമടയിൽ പരസ്യ ചിത്രീകരണത്തിനിടെ ദില്ലി സ്വദേശിയായ മോഡൽ ദിയാൻഷു ജോഷി മുങ്ങി മരിച്ചു. 20 വർഷത്തിലധികമായി ഉപയോഗിക്കാത്ത പാറമടയിൽ ചിത്രീകരണത്തിനിടെയാണ് സംഭവം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാണെന്ന് സർക്കാർ അറിയിച്ചു. മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. മലയോര മേഖലകളിൽ രാത്രികാല യാത്രികർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പരിമിതികളെ അതിജീവിച്ച മരിയകൃപ. എറണാകുളം കുരിശിങ്കൽ മൈക്കിൾ ആന്റണിയുടെയും ഷീലയുടെയും ഇളയ മകളായ മരിയകൃപ 6ാം മാസത്തിലാണ് പിറന്നു വീണത്. 680 ഗ്രാം മാത്രം തൂക്കമുള്ള ഒരു മാംസ കഷ്ണം മാത്രമായിരുന്നു ആ കുഞ്ഞ്. ത്വക്ക് പൂർണ്ണമായി രൂപപ്പെട്ടിട്ടില്ലാത്ത, പൂർണ്ണ വളർച്ചയെത്താത്ത ആ പിഞ്ചു ശരീരത്തിലെ ജീവന്റെ തുടിപ്പ് തുടരുമെന്ന് ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല.
എറണാകുളം ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ മാതാവിന് സമർപ്പിച്ച ആ കുഞ്ഞിന് അവർ മരിയ കൃപ എന്ന് പേരിട്ടു. പിന്നെയെല്ലാം ദൈവകൃപയായി മാറി. ഒരു വർഷത്തിലേറെ നിയോനെറ്റൽ വിഭാഗത്തിന്റെ പരിചരണയിൽ കഴിഞ്ഞ കുഞ്ഞ് ജീവിതത്തിലേക്ക് പിച്ചവെച്ചു. എങ്കിലും കാഴ്ച പരിമിതിയെ മറികടക്കാനായില്ല. എന്നാലും മരിയ ഭക്തിയിൽ വളർന്ന മരിയ കൃപ സ്ക്രൈബിന്റെ സഹായം പോലുമില്ലാതെ തേവര സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറി. +2 പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ 40% കാഴ്ച പരിമിതി ഉണ്ടായിട്ടും 1200-ൽ 1200 മാർക്ക് വാങ്ങി എറണാകുളം ജില്ലയിലെ 2 വിദ്യാർത്ഥികളിൽ ഒരാളായി മാറി മരിയ കൃപ. ദൈവാനുഗ്രഹവും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹായവുമാണ് തൻ്റെ വിജയത്തിൻ്റെ പിന്നിലെന്ന് മരിയ കൃപ പറയുന്നു. മരിയയെ അഭിനന്ദിക്കാൻ അനേകർ വീട്ടിലെത്തി. കേരള CLCയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി അനിൽ ലാസറും കേരള CLCയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ മരിയ കൃപയുടെ വീട്ടിലെത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.